നമസ്കാരം. പോലീസ് സർവീസിൽ മനുഷ്യത്വം കൂടി കൊണ്ടുവരണമെന്നും അതാണ് ഭാവിയിലെ പോലീസിന്റെ വിജയകരമായിട്ടുള്ള ജോലിക്ക് സഹായകരമായിട്ടുള്ള കാര്യമെന്നും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് പറഞ്ഞു. KAP 3-ാം ബറ്റാലിയനിലെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസ് സ്റ്റേഷനുകൾ സേവനം നൽകുന്ന കേന്ദ്രങ്ങളാണ്. ഇവിടേക്ക് സേവനം ആവശ്യപ്പെട്ട ഏതൊരു വ്യക്തി വന്നാലും അവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹാരം കണ്ടെത്തണം. പോലീസിന് പരിഹാരം കണ്ടെത്താൻ കഴിയാത്തതാണെങ്കിൽ നല്ല വാക്കുകളിലൂടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഇത് നന്നായി ചെയ്യാൻ കഴിഞ്ഞാലേ സേവനം പൂർത്തിയാകൂ എന്നും അദ്ദേഹം പറഞ്ഞു. ഒരു വ്യക്തി വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള സഹായമോ സഹകരണമോ കിട്ടാതെ പോയാൽ പോലീസിൻ്റെ അന്തസ്സിന് അത് ചേരില്ല. കഴിഞ്ഞ ഒരു വർഷമായി പോലീസ് സ്റ്റേഷൻ ലെവലിലുള്ള സേവനം മെച്ചപ്പെടുത്തണം എന്ന് തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോലീസ് സർവീസിൽ മനുഷ്യത്വം കൊണ്ടുവരിക, അത് ഭാവിയിലെ പോലീസിൻ്റെ വിജയകരമായിട്ടുള്ള ജോലിക്ക് സഹായമാണെന്നും അദ്ദേഹം പറഞ്ഞു. ADGP MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIG G ജയദേവ്, KAP 1-ാം ബറ്റാലിയൻ കമാൻഡന്റ് ജാക്സൺ പീറ്റർ, KAP 3-ാം ബറ്റാലിയൻ കമാൻഡന്റ് മനോജ് K നായർ, 5-ാം ബറ്റാലിയൻ കമാൻഡന്റ് D വിജയൻ, കൊല്ലം റൂറൽ SP സാബു മാത്യു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. തൃപ്പൂണിത്തുറ ആസ്ഥാനമായുള്ള KAP 1-ാം ബറ്റാലിയനിലും അടൂർ ആസ്ഥാനമായുള്ള KAP 3-ാം ബറ്റാലിയനിലും അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയ 398 സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് നടന്നത്. പരേഡിൽ പങ്കെടുത്ത സേനാംഗങ്ങളിൽ 3 പേർ MTech-ഉം 57 പേർ BTech-ഉം 30 പേർ PG-യും 14 പേർ MBA-യും B.Ed-ഉം ഒരാൾ MCA-യും ഒരാൾ MSW-യും 177 പേർ ഡിഗ്രിയും 24 പേർ ഡിപ്ലോമയും ഒരാൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രിയും 90 പേർ ITI BHSC +2 യോഗ്യതയുള്ള സേനാംഗങ്ങളാണ്. പത്രമാധ്യമ പ്രവർത്തകരെ, സഹോദരി സഹോദരൻ, ആദ്യമായിട്ട് ഇന്നത്തെ ഈ പ്രൊഫഷണലായിട്ടുള്ള വളരെ നന്നായിട്ടുള്ള ഈ പരേഡ് ചെയ്ത് ഈ എല്ലാവരെയും ഞാൻ ഹൃദയമായിട്ട് അഭിനന്ദിക്കട്ടെ. അതോടൊപ്പം ഇത്ര നല്ല പരേഡ് ഇവർ കൊണ്ട് ചെയ്യിപ്പിച്ച ഇവരുടെ ടീച്ചർമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് മഴ കൊണ്ടിട്ടും ഒരു ബുദ്ധിമുട്ടില്ലാതെ ആണ് ഇവർ ഈ പരേഡിൽ നല്ല കാഴ്ചവെച്ചത്. 398 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഇന്ന് പാസ് ഔട്ട് ആയിട്ടുള്ളത്. അതിൽ 209 ആൾക്കാരും കേരള KAP 1 ബറ്റാലിയൻ്റെയും 189 ആൾക്കാർ കേരള 1 ബറ്റാലിയൻ്റെ ആയാലും 209 ആൾക്കാർ കേരള 3-ാം ബറ്റാലിയൻ്റെ ആയാലും ഈ പാസ് ഔട്ടായ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും വളരെ നല്ലപോലെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. എല്ലാ ബറ്റാലിയനിലും ചെയ്ത പോലെ ഇവിടെയും 44 പേർ MBA കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ബിരുദാന്ത ബിരുദുകൾ നേടിയിട്ടുവാനും 3 പേർ MTech, 54 പേർ BTech, 173 പേർ ബിരുദധാരികളും കൂടാതെ 32 ഡിപ്ലോമക്കാരും 3 പേര് B.Ed, 89 പേര് +2 IIT മറ്റ് വിദ്യാഭ്യാസ ഉള്ളവരാണ്. ഈ വിദ്യാഭ്യാസം കൂടിയ ഒരു പോലീസ് സേന പറയുന്നത് ഭാവിയിലെ നടക്കുന്ന ഒരുപാട് സങ്കീർണമായിട്ടുള്ള പോലീസ് ജോലി ചെയ്യാൻ വളരെ ഉപയോഗപ്രദമായിരിക്കും. പുതിയ കാലത്തിൽ നടക്കുന്ന സൈബർ ക്രൈംസ്, ഫൈനാൻഷ്യൽ ഫ്രോഡ്സ് പോലെയുള്ള കുറ്റകൃത്യങ്ങൾ നേരിടാൻ വേണ്ടിയും തടയാൻ വേണ്ടിയും കാര്യക്ഷമമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയും ഈ വിദ്യാഭ്യാസം ഇവർക്ക് സഹായകരമാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബേസിക് ട്രെയിനിങ്ങിലെ നിങ്ങൾക്ക് ഒരുപാട് സബ്ജക്ട്സിലെ പഠിപ്പിച്ചിട്ടുണ്ട്. ഔട്ട്ഡോർ ട്രെയിനിങ്, ഇൻഡോർ ട്രെയിനിങ്, വിവിധ നിയമങ്ങൾ. ഈ ബാച്ചാണ് ആദ്യമായിട്ട് 2 നിയമങ്ങൾ പഠിക്കേണ്ടി വന്നത്. IPC, CRPC, എവിഡൻസ് ആക്ട് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന 3 നിയമങ്ങൾ കൂടി പഠിക്കേണ്ടി വന്നു. അതോടൊപ്പം
ശാസ്ത്രീയ അന്വേഷണത്തിന് ആവശ്യമുള്ള ഫോറൻസിക് സയൻസ്, ഫോറൻസിക് മെഡിസിൻ, മറ്റ് പല ഇൻഡോർ സബ്ജക്ട്സും, സൈബർ ക്രൈംസ് എല്ലാം എല്ലാത്തിലെയും ഇവർക്ക് പരിശീലനം കിട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടെ കിട്ടിയ പരിശീലനം ബേസിക് ട്രെയിനിങ് മാത്രമാണ്. ഇവിടെ നിങ്ങൾ ഇതോട് നിൽക്കരുത്. ഇതിനെ അപ്പുറത്ത് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തുക. സൈബർ ക്രൈംസ് ആയാലും, ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ആയാലും, കുറ്റാന്വേഷണമായാലും പല വിധത്തിലുള്ള സ്പെഷ്യലൈസേഷന് സ്കോപ്പ് ഉള്ളതാണ്. അപ്പോൾ ഭാവിയിലെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡും ഓപ്പർച്യൂണിറ്റീസ് നോക്കിയിട്ട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം കൂടി നടത്തണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. കൂടാതെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, നമ്മളെ പോലീസ് സേനയാണ്. നമ്മളെ പോലീസ് സ്റ്റേഷനാണ് അടിസ്ഥാനപരമായിട്ടുള്ള സേവനം നൽകുന്ന ഒരു കേന്ദ്രം. പോലീസ് സ്റ്റേഷനിലെ ഒരു സേവനത്തിന് വേണ്ടി ഏത് വ്യക്തി വന്നാലും ഏറ്റവും കുറഞ്ഞ സമയത്തിൽ അവരുടെ കാണുക, അവരോട് നന്നായിട്ട് സംസാരിക്കുക, അവരുടെ പ്രശ്നം മനസ്സിലാക്കുക, പരിഹാരം കണ്ടെത്തുക. അഥവാ പോലീസിന് പരിഹാരം കൊടുക്കാൻ പറ്റില്ലെങ്കിൽ അത് നല്ല വാക്കുകളോട് മനസ്സിലാക്കി കൊടുക്കുക. ഇത്ര കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്യാൻ പറ്റിയാൽ നമ്മളെ സേവനം 90% പൂർണ്ണമാവും. പോലീസ് സ്റ്റേഷനിലെ ഒരു വ്യക്തി വന്നിട്ട് ആ വ്യക്തിക്ക് ആവശ്യമുള്ള സഹായമോ സഹകരണമോ കിട്ടാതെ പോയാൽ അത് വളരെ നല്ലതല്ല. പോലീസിന്റെ അന്തസ്തെന്ന് ചേർന്നതല്ല. കഴിഞ്ഞ ഒരു വർഷമായിട്ട് പോലീസ് സ്റ്റേഷൻ ലെവലിലുള്ള സേവനത്തിന് മെച്ചപ്പെടുത്തണം എന്ന് പറഞ്ഞ് വരുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ബറ്റാലിയൻ കണ്ടിട്ട് നിങ്ങൾ മിക്കവാറും എല്ലാവരും പോലീസ് സ്റ്റേഷനിൽ പോകുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ജനങ്ങളായിട്ടുള്ള ഒരു സ്നേഹം, ഒരു ബന്ധം പുലർത്താൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക. പോലീസ് സർവീസിലെ ഒരു മനുഷ്യത്വം, ഒരു ഹ്യൂമൻ ടച്ച് കൂടി കൊണ്ടുവരിക. അതാണ് ഭാവിയിലെ പോലീസിന്റെ വിജയകരമായിട്ടുള്ള ജോലിക്ക് സഹായകരമായി. ഇതോടൊപ്പം പോലീസിന്റെ മോട്ടോ ആയിട്ടുള്ള ദൃഢഭാവേ മൃദുഭാവേ